ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കണത് അവൽ മിൽക്കാണ് കേട്ടോ. അവൽ മിൽക്ക് എന്നൊക്കെ പറയാം. ഞങ്ങളിപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ അവലാണ് എടുത്തത്. അവലിന് നല്ല നൈസായിട്ടുള്ളതാണ് ഡബിൾ ഹോൾസിൻ്റെ ഒക്കെ കിട്ടണത്. അങ്ങനത്തെ വാങ്ങരുത്. കുറച്ചും കൂടി കനത്തിലുള്ള അവൽ വേണം കേട്ടോ. അല്ലെങ്കിൽ ഇട്ട വഴിക്ക് നനഞ്ഞു കുതിർന്നു പോകും. ഒന്ന് വെറുതെ ഒന്ന് ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം ആണ് അതിലേക്ക് ഇട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണിത്. ഞങ്ങൾ 4 പേരുടെ അളവാണ്. ഇതുപോലെ ഒരു ഫ്രൈ പാനിൽ ഇതുപോലെ ചൂടാക്കുക. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി നിൽക്കണം. നല്ല ചൂടിൽ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഗ്യാസ് ഒന്ന് കുറച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ചെറുനാരങ്ങ എല്ലാതും സെപ്പറേറ്റ് ആക്കി വെക്കുക. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വയ്ക്കുക. അത് മിക്സിങ്ങിൻ്റെ സമയത്തേക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അത് നല്ലപോലെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഞെരടിയിരിക്കുക. പിന്നെ വേണ്ടത് പൂവമ്പഴം അല്ല, മറ്റേ പാളയംകുടമ്പഴമാണ് വേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് ഈ റോബസ്റ്റ് പഴം. ശരിക്കും റോബസ്റ്റ് പഴത്തിൽ ചെയ്യരുതെന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ ചെയ്തത് ഞങ്ങൾ റോബസ്റ്റ് പഴത്തിൽ. പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടേസ്റ്റൊക്കെ തോന്നി. അപ്പോൾ ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാളയംകുടമ്പഴം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്നിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് ഈ പഴത്തിന് കിട്ടണം ഈ ഇത് കഴിക്കണ സമയത്ത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മൊത്തം നമ്മളിപ്പോൾ മിക്സിയിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിലും നല്ലപോലെ അരഞ്ഞു പോകും. അരയാൻ പാടില്ല. അല്ലാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കഴിക്കണമെന്ന് നമുക്കൊരു ഫീൽ ചെയ്യാൻ പാകത്തിനായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു വീഴ്ത്താം. ഇപ്പം ഞാൻ ഒരു പഴമല്ല കേട്ടോ, ഒരു 3 പഴം ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നണത് അതിൽ പെട്ടിട്ടുണ്ട് ഞാൻ തോന്നുന്നു. ബാക്കി 2 ഇട്ടത്. പിന്നെ ലെമൺ ജ്യൂസാണ് ഒഴിച്ചത്. ലെമൺ ജ്യൂസ് അതിൻ്റെ സീഡ് പെടരുത്. കാരണം എപ്പോഴെങ്കിലും നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടാവില്ലല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷുഗർ ഇടണം. ഈ ലെമൺ ആഡ് ചെയ്ത് എന്താ ഒരു ഗുണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വരില്ല. ഈ ബനാനയ്ക്ക് ഒരു കളർ ചേഞ്ച് വരുമല്ലോ കുറച്ച് ടൈം കഴിയുമ്പോൾ. റോബസ്റ്റൊക്കെ ഒരു വേറെ കളറാവും. അങ്ങനെ ഒരു കളർ ചേഞ്ചേ വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. തണുപ്പിച്ച പാലുണ്ടാവണം. പാല് കാച്ചിയതാണെങ്കിൽ കാച്ചിയിട്ട് നമ്മൾ നല്ല ഫ്രീസായിട്ട് ഇരിക്കുന്നത് വേണം. ഇതിപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതെടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാൻ കുറച്ച് നേരമായി പുറത്ത് വെച്ചിട്ട് എന്നിട്ട് ബാക്കി എടുത്തിട്ടൊന്ന് അടിക്കാൻ പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഇതിൽ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഐസ് കട്ട പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ആക്കി കിട്ടിയതും ഈ പാലും കൂടിയിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് അവലിടുക. പിന്നെ കുറച്ച് സിയ എന്നെ ഹെൽപ്പ് ചെയ്യാനിരിക്കുകയാണ്. സിയയ്ക്കും ദിയയ്ക്കും കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്തെങ്കിലും ചെയ്യാനായിട്ട്. നോക്കി ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അമ്മാനെ ഹെൽപ്പ് ചെയ്ത് തരാം. അവർക്ക് പറ്റണത് അവർ ചെയ്തു തരും. ഇപ്പോൾ ഇതാ അതിൽ നമ്മൾ അടിച്ചില്ലേ നേരത്തെ പാല്, ആ പാല് ഇതുപോലെ എടുത്തിട്ട് അതൊരു നമ്മൾ ലെയറാക്കി കൊടുക്കില്ലേ, ആ സെയിം ഇത് ചെയ്താൽ മതി. ലെയറാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിക്കുക. ഈ നമ്മൾ മറ്റേ പഴത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിയിൽ നിന്നും കുറച്ചെടുത്ത് ഒഴിക്കുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാഷ്യൂനട്ട്, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങളല്ലാതെ തന്നെ കഴിക്കുക ചെയ്തേ. കാഷ്യൂനട്ടൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നുമില്ല. മുന്തിരി ഉണ്ടായിരുന്നു, പക്ഷെ മുന്തിരി അത്ര ടേസ്റ്റി ആവുമെന്ന് എനിക്ക് തോന്നണില്ല. ശരിക്കും ഒരു കാഷ്യൂനട്ട്, ടൂട്ടി ഫ്രൂട്ടി പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ കട്ടിക്ക് കടിക്കാൻ എന്തെങ്കിലും വേണം. കാരണം ഇതൊരു സോഫ്റ്റ് ആയതുകൊണ്ട് കട്ടിക്ക് എന്തെങ്കിലും കടിക്കാൻ വേണം. അപ്പോൾ സിയ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കണം. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാൻ പറഞ്ഞാൽ അവൾക്ക് കൊടുക്കുക. അപ്പോൾ അവളാണ് ക്യാമറ വുമൺ എൻ്റെ. അപ്പോൾ അത് പിടിച്ചിട്ട് കഴിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ. അപ്പം ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞു. ആ ഒരു പുളിപ്പ് ടേസ്റ്റ്, ചെറുനാരങ്ങയുടെ, പിന്നെ ഒരു ക്യാൻഡിയുടെ ഒരു ഫീല് വരിക എന്നാണ് പറയണത്. അമ്മ സൂപ്പർ എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തിട്ട് കഴിച്ചു. പിന്നെ കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അത് അവൾ തന്നെ വാങ്ങിച്ച് കഴിച്ചു. എന്നാൽ വലിയ കുട്ടികൾക്ക് അത്ര അൺഹെൽത്തി എന്ന് പറയാനില്ല. ഷുഗർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒന്നും അൺഹെൽത്തി അല്ല. കുട്ടികൾക്ക് 4 മണിക്കൊക്കെ വരുമ്പോൾ നമുക്ക് വിശപ്പിന് കൊടുക്കാനായിട്ട് പറ്റും. ഇത് അവളുടെ യൂട്യൂബ് ചാനലിലേക്കുള്ള വ്ളോഗ് അവൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്ത സമയത്ത് ഇതിൽ കയറി വന്നതാണ് കേട്ടോ. ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അവൽ മിൽക്ക് ഉണ്ടാക്കണത്. കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാവും. കാരണം അവർക്ക് കൈ പൊള്ളും അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട, മുറിക്കണ്ട, കത്തീനെ യൂസ് ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് അവിടേക്ക് ഉണ്ടാക്കാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.